ഹലോ നമസ്കാരം, വിഷ്ണുപരിയാറിലാണ്. അപ്പോൾ നമ്മളിന്ന് മീൻ കൊണ്ടുള്ള ചെറിയൊരു പരിപാടിയാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ ചൂര മീൻ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. കേരച്ചൂരയാണ്. അപ്പോൾ നമ്മൾ കഴുകി ദൂരം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന അരി നമ്മളിവിടെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസാല തയ്യാറാക്കാം. അപ്പോൾ എന്താണ് ഐറ്റം എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് അടുത്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം ഒരു തക്കാളിപ്പഴം എടുത്ത് ഈ കാണുന്ന പോലെ കീറി മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ജീരകം, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് അറബിക് മസാല, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളൊരു നാരങ്ങ എടുത്ത് അതിലേക്ക് പിഴിഞ്ഞ് നല്ലപോലെ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മന്തി ഉണ്ടാക്കുന്നതിനുള്ള മന്തി മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞതുകൊണ്ട് മാത്രം പരിപാടി കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ അരച്ചെടുക്കുമ്പോൾ വേണ്ടി ഇതുപോലെ വരും. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മസാല മറ്റൊരു ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെ മാറ്റുക. അതിനുശേഷം മീനെടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കിലോയോളം തൂക്കം വരുന്ന ഒരു കേരച്ചൂരിയാണ് വാങ്ങിയത്. നമ്മളെന്തായാലും മസാല എല്ലാം പെരട്ടി കഴിഞ്ഞു. ഇനി മീൻ കുറച്ച് നേരം മസാല പിടിക്കുന്നതിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ശേഷം നടി കാണുന്ന പോലെ കുറച്ച് സവാള അരിഞ്ഞെടുക്കുക. അതുപോലെ ഈ കനത്തിൽ തക്കാളിപ്പഴം ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ച് ചൂടായതിനു ശേഷം മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഈ മീൻ ഇതിലേക്ക് നിരത്തി ഇങ്ങനെ വെക്കുക. അത്യാവശ്യം തീ കുറച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനെ കൊണ്ട്. നമ്മൾ ഇതിനിടയ്ക്ക് വേറെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് മാത്രം വെക്കുക. അതിനുശേഷം നമ്മൾ അരി വേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ നമ്മൾ ആ കനത്തിലരിഞ്ഞ തക്കാളിപ്പഴം ഈ പാത്രത്തിൻ്റെ അടിയിലായിട്ട് നമ്മളിങ്ങനെ നിരത്തി വെക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഈ കാണുന്ന പോലെ തന്നെ ഇതിലേക്ക് നിരത്തിയിടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിനകത്തൊരു കണ്ണ് വേണം കേട്ടോ. ഇതിന് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ബേ ലീവ്സ് വേണ്ടി പാത്രത്തിലേക്ക് ഇടുക. പിന്നെ കുറച്ച് ഗ്രാമ്പു, അതുപോലെ ഈ ഉണക്കനാരങ്ങ മസ്റ്റാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ല കറുകപ്പട്ട, അതുപോലെ കുരുമുളക്, അതുപോലെ വറ്റൽമുളക്, പിന്നെ പച്ചമുളക്, ഇതൊക്കെ ഇട്ടതിന് ശേഷം വെളുത്തുള്ളി പൊളിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് പുതിനയില അരിഞ്ഞത്, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, അതുപോലെ കുറച്ച് ഏലയ്ക്ക, അതിനുശേഷം കറിവേപ്പില, ഇതെല്ലാം ഇട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് മീൻ ഏറെക്കുറെ റെഡിയായി കാണും. മീൻ റെഡിയായെങ്കിൽ അതിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ അരി വേവിക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം ഈ അരി ഉടയാതെ കുറേശ്ശെ ആയിട്ട് ഒരു ലെയർ നമ്മൾ അരി നിരത്തി കാണുന്ന പോലെ ഇടുക. അരി നിരത്തിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാള കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 കഷ്ണം തക്കാളിപ്പഴം കനത്തിൽ അരിഞ്ഞത് ഞാൻ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഞാൻ ഈ കാണുന്ന പോലെ ഒരു ലെയർ നിരത്തി അടുക്കുക. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. അതിനുശേഷം അരി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നിരത്തിയതിന് ശേഷം നമുക്ക് ഈ അരി വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ പരിപാടി മൊത്തം ഫ്ലോപ്പ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട ഈ 1 ഇഞ്ച് ഹൈറ്റിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യ് കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു ചെറുനാരങ്ങ കൂടി നമ്മളിതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഇതിൻ്റെ വായ്ഭാഗം മൂടി കെട്ടുക. അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിലോ ഓവനിലോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. ഓവനിൽ എനിക്കിത് വെന്ത് കിട്ടുന്ന കൊണ്ടായിട്ട് 1.5 മണിക്കൂർ ടൈമാണ് എടുത്തത്. അപ്പോൾ 1.5 മണിക്കൂർ ടൈം ആയി കഴിഞ്ഞു. 1.5 മണിക്കൂർ ടൈമിന് ശേഷം നമ്മൾ ഓവനിൽ നിന്ന് ഇത് പുറത്തെടുക്കുകയാണ്. നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം തന്നെ ഇത് വേണം പുറത്തെടുക്കാൻ. പുറത്തൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഇത് ഫോയിൽ പേപ്പർ തുറന്ന് പൊട്ടിച്ചപ്പോൾ പക്ക ആയിട്ട് അരിയും ഒക്കെ വെന്ത് നല്ല സെറ്റായിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി മണം തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മുടെ ഫിഷ് മന്തി റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കഴിക്കുന്നുള്ള തിരക്കിലാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.